പ്രതിപക്ഷത്തിന് ജനാധിപത്യത്തിലുള്ള റോള് വളരെ വലുതാണ്. കക്ഷിയോളം പ്രാധാന്യമുണ്ട് പ്രതിപക്ഷത്തിനും. കേരളത്തിൽ പുതിയ പ്രതിപക്ഷ നേതാവാകാൻ പോകുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ എങ്ങനെയാണ് തൻ്റെ പ്രതിപക്ഷത്തെ, തൻ്റെ ഭാഗത്തെ ഈ കേരളത്തിൽ മുന്നോട്ട് നയിക്കുക എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഒരു തെരഞ്ഞെടുപ്പ് തോൽവി, വലിയ തോൽവി ഏറ്റതിന് ശേഷമാണ് പിണറായി വിജയൻ ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതുവരെയും ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഈ തോൽവിയെക്കുറിച്ചുള്ള പ്രതികരണം വന്നത്. ഇതുവരെയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കനത്ത തിരിച്ചടിയെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ളൊരു നേതാവ് പ്രതിപക്ഷ നേതാവായി വരുമ്പോൾ അത് എത്രത്തോളം അവരുടെ അണികളെങ്കിലും ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. റാവു സാഹിബ്, എന്ത് തോന്നുന്നു, ഈ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വരുമ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ബേസിക്കലി ഒരു പിണറായി ഫാനാണെന്ന് നൗഫലിന് അറിയാലോ. വ്യക്തിപരമായിട്ട് ഞാൻ പിണറായി വിജയൻ ആ സ്ഥാനം ഏറ്റെടുത്തു എന്നുള്ളത് പോസിറ്റീവായി കാണുന്ന ആളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം. ഞങ്ങളെങ്ങനെ വ്യാഖ്യാനിക്കുക? തോറ്റപ്പോൾ ഉത്തരവാദിത്തം ഒളിച്ചോടി എന്നൊക്കെ പറയില്ലേ. പിന്നെ ജയിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹമാണല്ലോ മുഖ്യമന്ത്രിയാകുക. അപ്പോൾ സ്വാഭാവികമായിട്ടും തോറ്റു കഴിഞ്ഞാൽ അദ്ദേഹം എന്താവണം? പ്രതിപക്ഷ നേതാവാകണ്ടേ. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തില്ല എന്ന് വിചാരിക്കുക. അപ്പം ഉണ്ടാകാനിടയുള്ള വ്യാഖ്യാനം തോറ്റപ്പോൾ ഒളിച്ചോടി, ഉത്തരവാദിത്തം ഒളിച്ചോടി. തോറ്റു കഴിഞ്ഞാൽ പടയാളി തോൽവിയുടെ സമയത്ത് ഒളിച്ചോടേണ്ട ഒരാളല്ലോ, മുന്നിൽ നിന്ന് പൊരുതുക തന്നെ വേണമല്ലോ. അപ്പോൾ തോറ്റു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്, സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ഈ അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. പ്രായം ഒത്തിരിയായി. ആരോഗ്യ പ്രശ്നങ്ങളാണ് വേണ്ടിയില്ല, പ്രായാധിക്യാണെങ്കിലും പ്രശ്നമില്ല. ഐ വിൽ ടേക്ക് ദിസ് ഫൈറ്റ് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു ലീഡർഷിപ്പിൽ നിന്ന് സാധാരണഗതിയിൽ, ഒരു സ്ട്രോങ് ലീഡർഷിപ്പിൽ നിന്ന് സാധാരണഗതിയിൽ ആ നിലക്ക് അതൊരു എന്താണ്, ഒരു ഗ്രേറ്റ് ലീഡർ എന്ന് പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ് ഞാൻ പറയാം. പിന്നെ ഈ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കുക, അതിൽ കമൻറ്റ് ചെയ്യുക എന്നുള്ളത്, അത് കുറേ അരിയേഴ്സ് ബാക്കിയുണ്ട്. തൃക്കാക്കരയുടെ ഇതുവരെ കമൻറ്റ് ചെയ്തിട്ടില്ല. തൃക്കാക്കര പരാജയത്തിൽ പിണറായി വിജയൻ്റെ കമൻറ്റ്സ് ഇതുവരെ വന്നിട്ടില്ല. അന്ന് തന്നെ കുറേ കാലം മാധ്യമങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല. അപ്പോൾ അത് മുതൽ തുടങ്ങണം. പിന്നെ മാധ്യമങ്ങൾ കണ്ടപ്പോഴേക്കും വിഷയം തീർന്നു. അപ്പോൾ തൃക്കാക്കരയിലെ ഇത് ബാക്കിയുണ്ട്, പാലക്കാട്ടത് ബാക്കിയുണ്ട്, നിലമ്പൂരത്ത് ബാക്കിയുണ്ട്, ഇങ്ങനെ കുറേ ഉണ്ട്. അതൊക്കെ ഇതാണ് അരിയേഴ്സായിട്ട് അവിടെ ഉണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ്, ഒരു പിണറായി സിഗ്നേച്ചറാണെന്ന് വിചാരിച്ചാൽ മതി. അത് അദ്ദേഹം അങ്ങനെ ഞാൻ മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല എന്നുള്ളതായിരിക്കും നിലപാട്. അതും പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാകുന്നൊക്കെ ആക്കുന്നുണ്ട്. പാർട്ടിക്ക്, മുന്നണിക്കൊക്കെ വലിയ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഡാമേജുകളൊക്കെ എന്താണ്, അതിൻ്റെ ഒരു ക്യുമുലേറ്റീവ് എഫക്റ്റാണ് ഇതിനകത്ത് ഏറ്റവും ഒടുവിലത്തെ ഇതിനകത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിലൊരു സംഗതി ഇതാണ്, ഒരു ലീഡർഷിപ്പ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ആലോചിക്കുമ്പോൾ പരാജയപ്പെട്ടിരിക്കെ ഞാൻ ഒളിച്ചോടുന്നു, ഞാൻ ഒളിച്ചോടുന്നില്ല എന്ന് അദ്ദേഹം വെച്ചതായിരിക്കാം. അതല്ലെങ്കിൽ നോക്കുക, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ഒരു ലാസ്റ്റ് ലെഗ് എന്ന് പറയാവുന്ന ഒരവസ്ഥയാണ് സാമാന്യമായിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ. അപ്പോഴും ഞാൻ സജീവമായി തന്നെ ഇവിടെ ഉണ്ട്, ഫീൽഡിലുണ്ട് എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ആ നിലക്ക് നമുക്കതിനെ കാണാം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നേരെ തിരിച്ചാണ്. സോഷ്യൽ മീഡിയ വെച്ചാൽ ലെഫ്റ്റ് സോഷ്യൽ മീഡിയ സ്പേസിൽ വലിയ വിമർശനം വരുന്നുണ്ട്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരുത്തിയതിനെക്കുറിച്ച്. എന്താണ് ഈ പരാജയത്തിൻ്റെ കാരണം എന്ന് നമ്മുടെ പാർട്ടി കമ്മിറ്റി കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർക്കിപ്പോഴും കാരണം മനസ്സിലായിട്ടില്ല എന്നതാണ് ഈ തീരുമാനത്ത് മനസ്സിലാവുന്നതെന്നാണ് ഇടതുപക്ഷത്ത് തന്നെയുള്ള വളരെ സജീവമായ ഇടതുപക്ഷത്തിന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത്. ആ പറയുന്നതിൽ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുമ്പിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പിന് LDF ഫൈറ്റ് ചെയ്തത്. പക്ഷേ LDFിൻ്റെ പരാജയത്തിന് കാരണമായതും പിണറായി വിജയൻ ഒരു ഘടകമാണ്. പിണറായി വിജയൻ ഏക ഘടകം എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മുമ്പ് ഒരു ഓഫീസ് പറഞ്ഞിട്ടുണ്ട്, ഈ പിണറായി തലയാണ് LDFിൻ്റെ ഏക തെരഞ്ഞെടുപ്പ് ചിഹ്നം. ഈ നാടാകെ വെച്ച ഹോർഡിങ്സ് കണ്ടില്ലേ, അത് അരിവാൾ ചുറ്റിക പോലും ഇല്ല. അരിവാൾ ചുറ്റികയില്ല, അരിവാൾ കതിരില്ല, ഒന്നുമില്ല. എന്താണുള്ളത്? പിണറായി തല മാത്രം. അത് ഈ തെരഞ്ഞെടുപ്പിൽ അവരെ വോട്ട് കുറക്കുന്നതിൽ ഘടകമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കെ ആ മനുഷ്യൻ തന്നെ വീണ്ടും ഈ പണി ഏൽപ്പിക്കുകയാണോ എന്ന ചോദ്യം ലെഫ്റ്റ് സ്പേസിൽ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ഏറ്റവും അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം അതൊന്നുമല്ല.
നോക്കൂ, ഒന്നാമത് ഇപ്പോൾ സഭയിൽ നമുക്ക് പിണറായി അല്ലെന്ന് വിചാരിക്കുക, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അല്ല എന്ന് വിചാരിക്കുക, പിന്നെ ആരാകുക? നൗഫലിൻ്റെ ഇതിലാരാ? ഇപ്പോൾ കെ എൻ ബാലഗോപാലേ ഉള്ളൂ. കെ എൻ ബാലഗോപാൽ എന്നുവെച്ചാൽ കമ്മിറ്റി പെർസ്പെക്റ്റീവ് നോക്കുകയാണ്, അദ്ദേഹമായിരിക്കും സീനിയർ കമ്മിറ്റിയാണല്ലോ, കേന്ദ്ര കമ്മിറ്റിയാണ് അദ്ദേഹം. അങ്ങനെ ഫ്ലോറിലൊരു ഫൈറ്റ് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ നൗഫലിന്? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു നല്ല സാമാജികനാണ്, നല്ല മിനിസ്റ്ററൊക്കെയാണ്. പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനം അതൊരു യുദ്ധമുഖമാണല്ലോ. അങ്ങനെ ഒരു യുദ്ധം നയിക്കുവാൻ ശേഷിയുള്ള ഒരാളാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. സഭയിൽ മാത്രം, സഭയുടെ പുറത്ത് നിശ്ചയമായിട്ടുണ്ട്, അങ്ങനെയുണ്ട്. അതാണ് പറയുന്നത്. ബാലഗോപാൽ, ഓക്കെ, ബാലഗോപാൽ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നോക്കൂ, പ്രതിപക്ഷ ബെഞ്ചൊന്ന് എടുത്ത് നോക്കൂ. ഒരു സ്ട്രോങ് വോയിസ് എന്ന് പറയാവുന്ന ആരാ ഉള്ളത്? റിയാസ് ഉണ്ട്, ഓക്കെ, റിയാസ് ഈസ് ദെയർ. പിന്നെ സജി ചെറിയാൻ. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. നേരെ തിരിച്ചാലോചിക്കുക. കഴിഞ്ഞ തവണ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ ബെഞ്ചിലേക്ക് നോക്കൂ, എത്ര ശബ്ദങ്ങളാണ്, യങ് വോയിസസ്, ഭയങ്കര എന്താണ്, കിഡിലൻ യങ് വോയിസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിനകത്ത് ബൽറാം, ഷാഫി, ഇവരുടെ യങ് ബ്രിഗേഡ് മൊത്തം അവിടെ ഉണ്ട്. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഉണ്ട്. വളരെ ശക്തമായിട്ടുള്ള യൂത്ത് ഫോഴ്സ് അവിടെ ഉണ്ട്. അവർ വളരെ സജീവമായിട്ട് സഭയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അസാധാരണമായിട്ടുള്ള ഇടപെടൽ ശേഷിയുള്ള ഡിബേറ്റിംഗ് പവറുള്ള കക്ഷികളാണ്. ആ നിലക്ക് എന്തുകൊണ്ടാണ് സാധിച്ചത്? കോൺഗ്രസ് നമ്മളിങ്ങനെയൊക്കെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് പഴി പറയുമ്പോഴും സെക്കൻഡറി ലീഡർഷിപ്പിന് വളരെ ബലമുള്ള, വളരെ കരുത്തുള്ള ഒരു സെക്കൻഡറി ലീഡർഷിപ്പ് ബ്ലോക്ക്, സെക്കൻഡറി ലീഡേഴ്സല്ല, സെക്കൻഡറി ലീഡർഷിപ്പ് ബ്ലോക്കിനെ വളർത്തിയെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. ഈ സഭയിൽ നോക്കൂ, എത്ര ആളുകളാണുള്ളത്. ഒരു കിടിലൻ ചെക്കന്മാരെന്ന് പറയാവുന്ന മട്ടിൽ എത്ര ആളുകളാണ് കോൺഗ്രസിന് വേണ്ടിയുള്ളത്. കോൺഗ്രസിന് വേണ്ടിയിട്ടുണ്ട്, ലീഗിന് വേണ്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആ സംഘടനാ തലത്തിൽ ആ ഒരു മെക്കാനിസം ഉണ്ടാക്കിയിരുന്നത്. ഇത് രാഹുൽ ഗാന്ധി തുടങ്ങിയൊരു ഏർപ്പാടാണത്. രാഹുൽ ഗാന്ധിയാണ് ആ നിലക്ക് വളരെ ബോധപൂർവം ഈ യൂത്ത് ബ്രിഗേഡിനെ, സെക്കൻഡറി ലീഡർഷിപ്പിനെ വളർത്തിയെടുക്കാനുള്ള ഒരു സംഗതി തുടങ്ങുന്നത്. അതിൻ്റെ ഫലം ആസ്വദിക്കുകയാണ് ശരിക്കും കോൺഗ്രസ് ഇപ്പോൾ. കഴിഞ്ഞ പിണറായി വിജയൻ ഭരിക്കുന്ന 2 ടേമിലും അതിൻ്റെ ഫലം കോൺഗ്രസ്സിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പാരമ്യത്തിലാണ്. ഇവന്മാരെല്ലാം ജയിച്ചു വന്നേ, ഈ ഇറക്കിയ ആളുകൾ മുഴുവൻ ജയിച്ചു വന്നു. അങ്ങനെ ഒരു പരീക്ഷണം ഇപ്പുറത്ത് നോക്കൂ. നമ്മൾ സ്ഥിരം കാണുന്ന എം വി ഗോവിന്ദനും പിണറായി വിജയനും ജയരാജനും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ തന്നെയാണ്. പുതിയൊരു വോയിസ് വരുന്നില്ല. ആകെ ഉള്ളത് അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന സ്വരാജ് മാത്രമാണ്. അത് എത്രത്തോളം ഡെലിവർ ചെയ്യുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ക്രൈസിസ് CPM-നുണ്ട്. അത് മറികടക്കാനുള്ള സംഘടനാപരമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോഴത്തെ സഭയിലെ അത് വെച്ചിട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഉള്ളതിൽ ഭേദം പിണറായി വിജയൻ തന്നെയാണ് എൻ്റെ അഭിപ്രായം. അജിംസ്, മട്ടന്നൂരിലെ സിറ്റിംഗ് MLA അവിടെ മത്സരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുമായിരുന്നു തോന്നുന്നുണ്ടോ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഈ പാർട്ടിയിലെ ചർച്ചകൾ അറിയുക, അല്ലാതെ നമുക്ക് അതറിയാനുള്ള വഴിയില്ല. സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ഇപ്പോൾ ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത മാറ്റിയതിനെക്കുറിച്ചുള്ള ചർച്ച വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം എടുത്തു പോയി കഴിഞ്ഞാൽ CPM-ലെ ഏറ്റവും ജനപ്രിയമായ മുഖം KK ശൈലജയാണ്. അതിലെന്തൊക്കെ എതിരഭിപ്രായങ്ങൾ പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ പോലും KK ശൈലജ ആസ് എ ഹെൽത്ത് മിനിസ്റ്റർ അവർ വൻതോതിൽ സ്വീകാര്യത നേടിയ ആളാണ്. അത് പബ്ലിക് റിലേഷൻ ആണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴും ആഗോള മാധ്യമങ്ങളെ വിലക്കെടുത്ത് അവർക്ക് വേണ്ടി ലേഖനങ്ങൾ എഴുതിച്ചു എന്നൊക്കെ പറയുമ്പോഴും അവർ വളരെ ജനപ്രിയ മുഖമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങളോട് സൗമ്യമായി ഇടപെടുന്നു എന്നുള്ളതാണ്. ഏത് മനുഷ്യനോടും ലളിതമായി സൗമ്യമായി ഇടപെടുന്ന, വിനയത്തോടെ ഇടപെടുന്ന ഒരു CPM ലീഡർ എന്നുള്ളതാണ് അവർക്കുള്ളൊരു ഇമേജ്. അതുകൊണ്ടാണ് അവർക്ക് ആ ജനപ്രിയത വന്നത്. അപ്പോൾ അവരെന്തിന് മട്ടന്നൂരിൽ നിന്ന് മാറ്റി പേരവർക്ക് വിട്ടു എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ സൈബർ സ്പേസിൽ അണികൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതാണ് എനിക്ക് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തോന്നുന്നൊരു കാര്യം. അപ്പോൾ ഏത് പാർട്ടിയുടെയും സംഘടനാ ശക്തി എന്ന് പറയുന്നത് അതിൻ്റെ പാർട്ടി അംഗങ്ങൾ തന്നെയാണ്. CPM ആണെന്ന് കേരളത്തിലെ ഏറ്റവും സംഘടനാ ശക്തിയുള്ള പാർട്ടി. 5 ലക്ഷത്തോളം മെമ്പേഴ്സ് അതിനുണ്ട്. പക്ഷേ ആ മെമ്പർമാർക്കപ്പുറം അതിൻ്റെ ജനകീയത ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ അനുഭാവി വൃന്ദമാണ്. അങ്ങനെ അനുഭാവി വൃന്ദം കൂടുതലുള്ളതും പ്രവർത്തകർ കുറഞ്ഞമായ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്സിന് ഒരുപാട് അനുഭാവികളുണ്ട്, വോട്ടർമാരുണ്ടാവും. പക്ഷെ അതിന് പ്രവർത്തകരുണ്ടാവില്ല. CPM-ന് ശക്തമായ പ്രവർത്തകർ ബേസ് ഉണ്ട്, അതിനപ്പുറമുള്ള അനുഭാവികളുണ്ട്. CPM-ൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അനുഭാവികൾ ഉൾപ്പെടെ ആ പാർട്ടി വേണ്ടി പ്രവർത്തിക്കാനാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഇപ്പോൾ ഞാനിന്ന് വായിച്ചൊരു ഫേസ്ബുക്ക് പോസ്റ്റ്, സാധാരണ സൈബർ സഖാക്കൾ തന്നെ എഴുതുന്നതാണ്, ഈ അനുഭാവികളെ പാർട്ടി പിണക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അനുഭാവികൾ പാർട്ടിയിൽ നിന്നകന്നു.
അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ മുമ്പ് സംസാരിച്ച വിഷയം തന്നെയാണ്. നാട്ടിലൊരു പ്രശ്നം ഉണ്ടാകുന്നു, ഒരു പോലീസ് കേസ് വരുന്നു, ആരെ പോയി കാണും, ആരെ വിളിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. ഒരു സാധാരണ ഒരു സഖാവ് അയാളുടെ പ്രദേശത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, നാട്ടിലൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകുന്നു, ഒരു തർക്കം ഉണ്ടാകുന്നു, സ്റ്റേഷനിൽ പോകണം, ആരോട് സംസാരിക്കും, ആരോട് പറയും? ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. സ്റ്റേഷനിലേക്ക് ഒരു തരത്തിലുള്ള ആക്സസും പാർട്ടി പ്രവർത്തകർക്കോ അനുഭാവികൾക്കോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പാർട്ടി ഈ ഭരണത്തിന് കീഴിൽ സംഘടനാപരമായി നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി. അത് വലിയ തോതിൽ ഈ അനുഭാവികളെ പാർട്ടിയിൽ നിന്ന് അകറ്റി കഴിഞ്ഞു. ഈ അനുഭാവികളെ ഇനി തിരിച്ചു കൊണ്ടുവരണം. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ സംഘടന CPM-ൻ്റെ പാർട്ടി സംഘടനാപരമായി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അത് പാർട്ടിക്കകത്ത് നിർഭയമായി സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ ഉറപ്പ് കൊടുത്തത്, സഖാക്കൾക്ക് നിർഭയമായി സംസാരിക്കാം. അപ്പോൾ ഈ നിർഭയമായി സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? അത് സൃഷ്ടിക്കപ്പെട്ടത് മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ ആ പാർട്ടിയെ നയിക്കുന്നു, ഗവൺമെൻറ്റിനെ നയിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതങ്ങനെ തന്നെയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടോ? അത് അങ്ങനെയാണ് എന്ന് പറയാൻ, ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ വായിക്കുന്ന പോസ്റ്റുകളിലൊക്കെ രസകരമായ കാര്യം, ഘാട്ടമായിട്ട് സഖാക്കൾ എഴുതി വിടുന്നുണ്ട് പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച്. പക്ഷെ പ്രതിസന്ധിയുടെ റീസൺ ഇതാണ്, പിൻ പോയിൻ്റ് ചെയ്യാൻ ഇയാളാണ് കാരണം, ഇയാളാണ് പാർട്ടിയെ തോൽപ്പിച്ചത്, സംഘടനയെ ദുർബലപ്പെടുത്തിയത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ജനപ്രിയമല്ലാതാക്കിയത്. ഈ ഒരൊറ്റ മുഖമാണെന്ന് പറയാൻ ധൈര്യമില്ല, ഇപ്പോഴും നിർഭയമായിട്ട് പറയാൻ കഴിയുന്നില്ല. അത് പിണറായി വിജയൻ എന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ടല്ലോ. അപ്പോൾ ദാവസായി പറഞ്ഞ പോലെ ഞാൻ പിണറായി ഫാനല്ല, ഞാനൊരു നേതാവിൻ്റെ ഫാനല്ല, എനിക്ക് ഈ നേതാക്കളെ ഫാനാവുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ നമ്മൾ ആ മനുഷ്യനെ വെറുക്കുകയല്ലല്ലോ. ഇപ്പോൾ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തുള്ള ആന്തരികമായ വിമർശനം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ വെറുക്കുക എന്നുള്ളതല്ല, വസ്തുനിഷ്ഠമായിട്ട് കാര്യം പറയുക, ഇതാണ് സംഭവിച്ചത് പാർട്ടിക്കകത്ത് എന്ന് ചൂണ്ടിക്കാട്ടാൻ ധൈര്യമുള്ള ഒരാളും പാർട്ടിയുടെ ഒരു റാങ്കാം ഫയലിലും ഇല്ല എന്നുള്ളതാണ്. പോളിറ്റ് ബ്യൂറോയിലില്ല, പാർട്ടി ജനറൽ സെക്രട്ടറി പറയില്ല, കേന്ദ്ര കമ്മിറ്റി പറയില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലോ സംസ്ഥാന കമ്മിറ്റിയിലോ ആരും പറയാനില്ല. ഇനി പറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ആളുകളൊക്കെ എത്രയോ വർഷമായിട്ട് നിശബ്ദരാണ്. അവർ നിശബ്ദരാണ്, അവർ അത്തരം കാര്യങ്ങൾ ഇടപെടുന്നില്ല. അങ്ങനെ ഇടപെടാതിരിക്കുന്ന പാർട്ടി നേതാക്കൾക്കെതിരെ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ വരുന്ന വിമർശനം എന്താണെന്ന് വെച്ചാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നില്ല, അവിടെ സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ്. സ്വരാജിനെതിരെ ഉയർന്നൊരു വിമർശനമാണത്. സ്വരാജ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതാണോ, അദ്ദേഹം ഈ നിലനിൽക്കുന്ന സിസ്റ്റത്തിൽ അദ്ദേഹത്തിന് ഉള്ള അതൃപ്തിയുണ്ടോ, അദ്ദേഹം മിണ്ടാതിരിക്കുകയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ബഹുമുഖമായ പ്രശ്നങ്ങൾ ഒരു സംഘടന എന്ന നിലയിൽ നേരിടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഒരു സർക്കാർ മാറി 10 വർഷം ഭരിച്ചില്ലേ, ഇനിയിപ്പോൾ ഒരു പുതിയ സർക്കാർ, അടുത്ത സർക്കാർ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്കും UDF വെറുപ്പിച്ച് ഞങ്ങളുടെ മുന്നണിയെയും പാർട്ടിയും ജയിപ്പിക്കും എന്ന ഫീലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്, അവർ ജനങ്ങൾ എന്തായാലും വെറുപ്പിക്കും, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും, തരമിത്തലായിരിക്കും, അവസാനം ജനങ്ങളും എടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ മുന്നണിയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അങ്ങനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന കാലം കഴിഞ്ഞു. അങ്ങനെ ജയിപ്പിക്കാവുന്ന കാലം കഴിഞ്ഞു എന്നുള്ളത് തെളിവാണ് 2021 തിരഞ്ഞെടുപ്പ്, തുടർ ഭരണം എന്ന് പറയുന്നത്. അത്തരം സിസ്റ്റമൊക്കെ മാറി. അപ്പോൾ ഈ ഇരുമുന്നണി സംവിധാനത്തിൽ മാറി ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചോളും എന്ന് രണ്ട് മുന്നണികളും ഇനി വിശ്വസിക്കാൻ പാടില്ല. കാരണം കേരളത്തിൻ്റെ പൊളിറ്റിക്സ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയൊന്നും എന്ത് ചെയ്യില്ല. 5 കൊല്ലം UDF നമ്മളെ ഭരിച്ച് വെറുപ്പിച്ചു, ഇനി ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും, നമ്മളൊരു നല്ലൊരു പുതിയ ഫ്രഷ് മുഖത്തെ ഞാൻ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും മുദ്രാവാക്യം വെച്ചാൽ മതി, UDF-നെ അറ്റാക്ക് ചെയ്താൽ മതി, അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ അതുകൂടി CPM നേരിടുന്നൊരു പുതിയ ചലഞ്ചാണ്. അതർവൈസ് ഞാൻ മനസ്സിലാക്കുന്നത് CPM സീരിയസ് ആയിട്ട് തന്നെ ഈ വിഷയം എടുത്തിട്ടുണ്ടാവണം എന്നാണ്. കാരണം ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. പക്ഷേ നിർഭയത്വത്തോടെ സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ്, അദ്ദേഹത്തിന് തന്നെയാണ് പാർട്ടിയിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത്, മേധാവിത്വം ഉള്ളത്. അപ്പോൾ എത്രമാത്രം നിർഭയമായിട്ട് സഹകരണം സംസാരിക്കാൻ കഴിയുമെന്ന് നമുക്കറിയില്ല. ഇനി അങ്ങനെയല്ല, ഇപ്പോൾ ഈ തെറ്റിദ്ധരുത്തലൊക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ പലവട്ടം കണ്ടതാണല്ലോ. ഇനി ആ തെറ്റിദ്ധരുത്തൽ പ്രക്രിയയിൽ എന്തോ തരത്തിലുള്ള റിപ്പോർട്ട് വരുന്നു, വർഗീയ ശക്തികളുടെ പിന്തുണയിലാണ് UDF ജയിച്ചത്, പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ്, മുസ്ലിം ലീഗാണ് എന്നൊക്കെ ഇതിലാണ് സഖാക്കൾ തന്നെ മുകളിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ടെങ്കിൽ ഒന്നും പറയാനില്ല, അതിലൊരു തിരുത്തലും വരുത്താനില്ല, അത് തന്നെ പറയാൻ മാത്രമേ കഴിയുള്ളൂ. അതല്ല, സീരിയസ് ആയിട്ട് സംഘടനാപരമായും ബഹുജനങ്ങളുമായുള്ള ബന്ധത്തിലും പാർട്ടിക്ക് മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്കിന് പ്രധാനപ്പെട്ട കാരണം ഈ ശൈലിയാണ്, ഇന്ന നേതാക്കളാണ്, ഇന്ന വ്യക്തിത്വങ്ങളാണെന്ന് പിൻ പോയിൻ്റ് ചെയ്ത് വിമർശനങ്ങൾ ഉന്നയിക്കുകയും അത് തെറ്റിദ്ധരുത്തുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും CPM-ന് അതിശക്തമായിട്ട് തിരിച്ചു വരാൻ കഴിയും. അവരുടെ അനുഭാവി വൃന്ദത്തെ, വോട്ടർമാരെ അവർക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ കുറ്റിയേറ്റ് പോവും. ഇപ്പോൾ ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെ CPM കേരളത്തിൽ കുറ്റിയേറ്റ് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോഴും മണ്ണിൽ വേരുകളുള്ള ഒരു പ്രസ്ഥാനമാണത്. മണ്ണിൽ വേരുകൾ ആഴ്ത്തി നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതിന് ക്ഷീണങ്ങളുണ്ടായിട്ടുണ്ട്, പക്ഷെ അത് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.